Assalamualaikum. Welcome back to Shana's vlog. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എഗെയിൻ ഒരു മീഷോ ഹോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സെറ്റ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുർത്തി സെറ്റ്സ് ആണ്, വിത്തൗട്ട് ദുപ്പട്ട വരുന്നതാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വർത്ത് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അണ്ടർ 599 വരുന്ന സെറ്റ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാം തന്നെ അടിപൊളിയാണ്. എന്നാലും അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞാൻ എടുത്ത് പറയാം കേട്ടോ. ഓരോന്നും ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഓരോന്നും കാണിച്ചു തരുമ്പോൾ സൈഡിൽ അതിന്റെ ക്ലിപ്പും കൂടി, അത് ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈൽ ചെയ്തിട്ടുള്ള ക്ലിപ്പ് കൂടി ആഡ് ചെയ്തായിരിക്കും. സോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സെറ്റാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു സെറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു ബ്രൈറ്റ് യെല്ലോ ആണ്, ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ല, ഇതൊരു ബ്രൈറ്റ് യെല്ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യെല്ലോയില് വൈറ്റ്, റെഡ്, സ്കൈ ബ്ലൂ അങ്ങനെ ആ ഒരു പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു സീക്വൻസി വർക്ക് അല്ല, മറ്റേ അതിനെന്താ പറയാ, ഒരു വർക്കില്ലേ, ഇത് സംഭവം ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ആ ഒരു ത്രെഡിൽ ഈ ഒരു സംഭവം ഇതിനെത്തോന്ന് പറയും, ആ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോപ്പ് വരുന്നുണ്ട്. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഈ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എൻഡിൽ ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ത്രെഡ് ഇങ്ങനെ ഈ ഒരു ചെണ്ട് ആ ഒരു വർക്കില്ലേ അതുപോലെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഫുൾ ഈ ഒരു സെയിം പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ. കോട്ടൺ റയോൺ. എനിക്ക് റയോണും കോട്ടണും മനസ്സിലാവുന്നില്ല, അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ട്. ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ്, എന്തായാലും നല്ല മെറ്റീരിയൽ ആണ്. സോ ഇതിന്റെ പാൻറ് വന്നിട്ടും സെയിം നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് പാൻറിന്റെ എൻഡിൽ. ഓക്കെ, ഇതൊരു സിഗരറ്റ് കട്ടിങ് ആ ഒരു ഫിറ്റിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര സ്ട്രെയിറ്റ് ഒരു പലോസോ ഫിറ്റിംഗ് അല്ല, ഒരു സ്ട്രെയിറ്റ്. നിങ്ങൾക്ക് ഇട്ട് കാണിക്കുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് ഞാൻ ഇട്ട് കഴിച്ചപ്പോൾ ഞാനിങ്ങനെ ചുരുട്ടി വെച്ചത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ നല്ല ഭംഗിയിൽ നല്ല നീറ്റ് ആയിട്ട് തന്നെയായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 500 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞല്ലോ, 599 താഴെയാണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോന്നിന്റെയും പറയുന്നില്ല. ഓക്കെ, ഇത് വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ ഞാനിവിടെ കാണിക്കുന്ന സെറ്റ്സിന്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെറ്റ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെറ്റ് ഞാനിവിടെ കാണിക്കുന്ന സെറ്റ്സിന് ഞാൻ വിചാരിച്ചു ഇതിന് പ്രൈസ് കുറവും അതിന് പ്രൈസ് കൂടുതലും, പക്ഷെ അതിനെക്കാട്ടി ഭംഗി ഇതിനാണ്. ആ ഒരു വ്യത്യാസം കേട്ടോ. ഈ ഒരു സെറ്റാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സെറ്റ്. ഈ ഒരു ബ്ലൂ ആൻഡ് നേവി ബ്ലൂ ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ്. നല്ല സുഖം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഇവിടെ ഇങ്ങനെ ഇതാ ഒരു വൈറ്റ് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. സോ സ്ലീവിന്റെ ആൻഡിലും സെയിം ഒരു വർക്ക് വന്നിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണെങ്കിലും ആ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. സോ ഇതന്നെയാണ് ഫുള്ള് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെറ്റ്. പിന്നെ പാൻറ് വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പലോസ പോലെ തന്നെ ഒരു സിഗരറ്റ് കട്ടിങ് അല്ല, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. നല്ല ഉണ്ട് കേട്ടോ. പാൻറ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ രണ്ട് രീതിയിൽ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വൈറ്റ് ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരു ബ്ലൂ ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് രണ്ടും കുഴപ്പമില്ലാത്ത പോലെ തോന്നി. സോ വൈറ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളും കമന്റ് ചെയ്യുക. സോ ഇത് അടിപൊളിയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്തുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു സെറ്റാണ്. ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു യെല്ലോ, ഒരു ക്രീമിൽ ഒരു യെല്ലോയും ഒരു ഒലീവ് ഗ്രീൻ ആ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള ഒരു ഫുൾ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റാണ് കാണിച്ചു തരുന്നത്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് ഇത് വന്നിട്ട്
ഇത് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്. എന്തായാലും മെറ്റീരിയൽ കാര്യത്തിലൊന്നും പേടിക്കണം. നല്ല മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള മെറ്റീരിയൽ ആണ്. ഇത് വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് കോട്ടൺ ബ്ലെൻഡ് ഒന്നല്ല, അതൊരു റയോൺ ടച്ച്, ആ ഒരു കുഴഞ്ഞ നല്ലൊരു സുഖമുള്ള ഒരു മെറ്റീരിയൽ, അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ബ്ലൂ വന്നിട്ട് എക്സൽ ആണ് സൈസ്. പിന്നെ വേറെ ഒന്നും കൂടി എക്സൽ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ്. പക്ഷെ എനിക്ക് ഡബിൾ എക്സലിന്റെ ആവശ്യമില്ല, എൻ്റെ നോർമൽ സൈസ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഇത് ഡബിൾ എക്സൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് കുറച്ച് ലൂസായിട്ട് തോന്നി. അത് മാത്രമാണ് ഇട്ടിട്ടുള്ള ഒരു ഫിറ്റിങ്ങിൽ എനിക്കൊരു ബോറായിട്ട് തോന്നി. വലിയ ഒരു ഫുൾ ആ ഒരു രസം വന്നിട്ടില്ല, ആ ഒരു ഫിറ്റിംഗ് ലൂസ് ആയതുകൊണ്ട്, നല്ല ലൂസ് ആയതുകൊണ്ട്. പക്ഷെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 524 550 അതിന്റെ അടുത്തായിട്ടാണ് ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് പുറത്താണ്. കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് ആണ്, നല്ലൊരു ഷെയ്ഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിറ്റിംഗ് എനിക്ക് ഇട്ട് കാണിക്കുമ്പോൾ ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നാത്തത് ആ ഒരു ഫിറ്റിങ്ങിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. സോ നിങ്ങളെ നോർമൽ സൈസ് ഏതാണോ, നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യാറോ അതെടുക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ്. എനിക്ക് ഭയങ്കര ലൂസാണ്. സോ ഇത് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, വന്നിട്ടുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, അതന്നെ വന്നു പോകും കേട്ടോ. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും വന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ബോൾസ് ആയിട്ട് ഇങ്ങനെ, ബട്ടൺസ് ഒന്നുമല്ല, ഫീഡിങ് ഫ്രണ്ട്ലി ഒന്നുമല്ല. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ബോൾസ് ആയിട്ട് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ ലെങ്ത്തിലാണ് വരുന്നത്. സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതിന്റെ പാൻറ് വന്നിട്ട് ഇതാണ് പാൻറ്. എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ആണ്, സ്ട്രെയിറ്റ് ഫിറ്റ് ആണ്. ആ ഒരു പലോസ ആ ഒരു ടച്ചിലാണ് പാൻറ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. വേർത്താണ്, ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വേർത്താണ്. കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ നെക്സ്റ്റ് കാണിച്ചു. സോ ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ ഓർഡർ ചെയ്തത് ഒന്നും എനിക്ക് കയ്യിൽ കിട്ടിയത് വേറൊന്നുമാണ്. കാരണം എൻ്റെ ഓർഡർ ചെയ്തിട്ടുള്ള പിക്ചർ ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്യാം. ആ ഒരു പിക്ചറിൽ കാണുന്നതും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോപ്പ് വന്നിട്ട് ഈ ഒരു പ്രിന്റിലും ഒരു ഫുൾ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഒരു പാൻറ്റിലുമാണ് വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തോന്നി. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഒരു വി കട്ടിങ് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ എക്സൽ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കറക്റ്റ് ഫിറ്റിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും കൂടി എക്സൽ ഓർഡർ ചെയ്തു. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സൽ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. ഓക്കെ, രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു മെറ്റീരിയൽ ആണ്. ഭയങ്കര ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞായിട്ടുള്ള ഒരു നമുക്ക് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ജസ്റ്റ് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ഉണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാബിന്റെ ഷോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല ഭംഗിയുണ്ടാവും. ഫാബിന്റെ ഷോൾ വന്നിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഒരു ക്രീം ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫാബിൻ്റെ ഷോൾ ഇല്ലാത്തത് കൊണ്ടും എൻ്റെ കയ്യിൽ മെറൂൺ ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ടും ഞാനൊരു മഷ്റൂം ഷെയ്ഡാണ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു മഷ്റൂം ഷെയ്ഡ് ഇട്ടപ്പോഴും എനിക്ക് കുഴപ്പമില്ല, ഒരു ഫുള്ളൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത പോലെ തോന്നി, നല്ലതായിട്ട് തോന്നി കേട്ടോ. സോ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് ഇങ്ങനെ എലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. പിന്നെ ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇതിന് പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് കേട്ടോ. പോക്കറ്റൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ചിലർക്ക് പോക്കറ്റുള്ള സെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോക്കറ്റ് ഉള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 490 ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്ത് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ. അതിന്റെ ക്വാളിറ്റി ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വിത്ത് പോക്കറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു സെറ്റ് ആണ്. സോ ആ ഒരു പ്രൈസിന്, ആ ഒരു 400 സംതിങ് എന്തുകൊണ്ട് വർത്താണ്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. സോ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കോഡ് സെറ്റ് ആണ്. സോ ഇതുപോലെയുള്ള നമ്മൾ ഒരു ഫുൾ ലെങ്ത്തിൽ അങ്ങനത്തെ സെറ്റ് അല്ല, ഒരു ഷർട്ടും പാൻറ്റും ആയിട്ട് വരുന്ന ഒരു കോഡ് സെറ്റ് ആണ് നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചുരുണ്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഇട്ടത് കൊണ്ടാണ്, ചുരുട്ടി വെച്ചത് കൊണ്ടാണ്. സോ ഇതിൻ്റെ ഷർട്ട് ഫുൾ നന്നായിട്ട് ചുരുണ്ടിട്ടുണ്ട് അല്ലേ. ഇതൊരു ഷർട്ടാണ്. പക്ഷേ ഇത് ഞാൻ
ശരിയാണ്, ഞാൻ ആ ഒരു ഗ്രീൻ കളർ കണ്ടിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് ഗ്രീൻ, ഒരു ലാവൻഡർ, പിങ്ക് ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. പിങ്ക് ആയിരിക്കും മേ ബി കുറച്ചുകൂടി ഇതിലും നല്ലതെന്ന് വിചാരിക്കുന്നു. പർപ്പിൾ ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഇത് മറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ വന്നിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂറസൻ ഗ്രീൻ അതാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു സെറ്റ്സ് എല്ലാം തന്നെ ഒരു ഫ്ലൂറസൻ ഷെയ്ഡിലാണ്. പക്ഷേ പിങ്ക് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തൊക്കെ. പിങ്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓറഞ്ച് കണ്ടിട്ടുണ്ട്, പർപ്പിൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഇതാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് സംഭവം ഫിറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഇതിന് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ആ റേറ്റിംഗ് ഒരു ഷെയ്ഡിനായിരിക്കില്ല. മേ ബി ഇതിൻ്റെ ഫിറ്റിംഗ്, ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ആയിരിക്കും. ഇതിനും 500 സംതിങ് ആണ് വന്നിട്ടുള്ളത്. 575 എന്നാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വേർത്തായിട്ട് തോന്നി. നല്ലൊരു ഫിറ്റിംഗ് കേട്ടോ. ഇതിൻ്റെ ഷർട്ട് നമുക്ക് അല്ലാതെ ജീൻസിന് അങ്ങനെ പെയർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇതിട്ടുള്ള ക്ലിപ്പും സൈഡിൽ ആഡ് ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബട്ടൺസ് ഞാൻ പറഞ്ഞ ഷർട്ടാണ്, ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ സ്ലീവ് ഞാൻ പ്രത്യേകിച്ച് എങ്ങനെ പറയാനുണ്ടോ, സ്ലീവ് ഒരു കോളർ. ഓക്കെ, ഇത് ഞാൻ XXL ആണോ ചൂസ് ചെയ്തിട്ടുള്ളത്. യെസ്, XXL ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോക്കറ്റൊക്കെ നല്ല ഭംഗിയിട്ട് സൈഡിൽ ഇങ്ങനെ ഇടാനൊക്കെ നല്ല ഒരു സുഖമുള്ള പോലെ, ഒരു അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ആയിട്ട് തോന്നി. ഇതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ ഒരു ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നി. അത്യാവശ്യം ക്വാളിറ്റിയുടെ മെറ്റീരിയലും അടിപൊളിയാണ്. ആ ഒരു പ്രൈസിന് വർത്ത് ആയിട്ട് തോന്നി. നമുക്ക് ഈ ഒരു സെറ്റ് അല്ലാതെ തന്നെ ഈ ഒരു ഷർട്ടായിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും വർത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. ഒരു വൈറ്റ് പാൻറ്റും ഉള്ളിൽ ഒരു വൈറ്റ് ഇന്നറൊക്കെ ഇട്ടിട്ട് മേലെ ഒരു കോട്ടൺ അങ്ങനെയും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. സോ അങ്ങനെ ആണെങ്കിലും ഇത് വർത്താണ്. ആ ഒരു 500 സംതിങ്ങിന് ഈ ഒരു സംഭവം എന്തുകൊണ്ട് വർത്തായിട്ട് തോന്നി. ഷർട്ട് മാത്രമാണെങ്കിലും ഓക്കെ അടിപൊളിയാണ്. സോ ഈ ഒരു സെറ്റും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളൊരു രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. സോ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മൾ അടുത്ത സെറ്റ്. പാൻറ്റിൻ്റെ പറയാനുണ്ടോ, എലാസ്റ്റിക്, 2 ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ഫിറ്റിംഗ്. ഓക്കെ, ഇത് പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങനെ ഒന്നും പറയണം തോന്നുന്നില്ല. സൈഡിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ഓക്കെ, കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സെറ്റ്സിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ്. അണ്ടർ 599 വരുന്ന സെറ്റ്സ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സെറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. Take care and bye-bye. Bye-bye.